എങ്ങനെ പൊട്ടിയേ? പൊട്ടാസ് എങ്ങനെ പൊട്ടിയേ? എങ്ങനെ പൊട്ടാസ് പൊട്ടിയേ? അങ്ങനെ ടോ പൊട്ടീനാ? ആ ഏടാ ശിബുവാടിൻ്റെ അടുത്ത്. ശിബുവാട് നേരത്തെ പറഞ്ഞേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷു ആണ്. രാവിലെ എഴുന്നേറ്റു, കണി കണ്ടു, പിന്നെന്താ പടക്കം പൊട്ടിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുളിച്ച് അമ്പലത്തിൽ പോകണം. വേഗം അടുത്ത കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം എല്ലാവരും വിഷു എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വേഗം പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കട്ടെ. ഞാനറിയും ഇവിടെ ബോംബെറിഞ്ഞ് നമുക്ക് കാനക്കിത് പേടിയാണ്, കാന്താരി പേടിയാണ്. എന്തോ പറയുന്നുണ്ട് കേട്ടാ. നമ്മളപ്പുറത്ത് കണി കാണാൻ പോണം. ഇത് കൂട്ടാട്ടിൻ്റെ ആപ്പൻ്റെ വീട്, അത് വലിച്ചൻ്റെ വീട്, എല്ലാം അപ്പുറത്തും ഇപ്പുറത്തുവാ. ഇവിടെ കണിയിട്ടില്ല. അന്റെ ചായ പകുതി കുടിച്ചിട്ട് വന്നിന് മറന്നുപോയി. അതിന് വെല്ലിച്ചൻ്റെ വീട്, മിഷൻ 3. ആപ്പാ കല്യാണത്തിന്റെ ഉണ്ടാ അല്ലേ? അല്ലേ? ആ അതെ, എൻ്റെ അച്ഛൻ്റെ കണക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ കളർ ആ സത്യം. ഇങ്ങനെ ഇവിടെ ഇവിടുന്ന് ഉറുമ്പ് കടിച്ചെന്നാ. ഞാൻ നേരത്തെ വെളിച്ചെണ്ണ എടുത്തതല്ലേ, വെളിച്ചെണ്ണ കളി കാണിക്കാൻ പോയി. ഇത് വെളിച്ചെണ്ണ വീട്. ഹാപ്പി വിഷു. കല്ല് കണ്ടിട്ട് പഞ്ചാറ് കുളിച്ചാൽ ശേഷം കണി കാണാൻ പോകുന്നു. കുട്ടിയുടെ ബാത്റൂമെല്ലാം കണിയെല്ലാം കണ്ട് എന്നിട്ടല്ലേ ഒരു കുലിച്ചിട്ടം. അതൊരു കെണി. എടാ പൊട്ടിക്കുന്നുണ്ട്. ആ എനിക്ക് പൊടി. അടിപൊളി പോകുമ്പോ എന്തമ്മേ ഭയങ്കരമായിട്ട് കടിക്കുന്ന പണ്ടാരം. ആ ഒന്ന് സ്പാർക്ക് വന്ന്. ചറ പറയാ കമ്പിത്തിരി കത്തിച്ചിട്ടാന്നോ ബോംബെല്ലാം കത്തിക്കാൻ പോകുന്നത്. പൊട്ടിയിട്ടത് ചറപറ പൊട്ടിയതാണേ. ഇല്ല ആയിട്ടില്ല. ആ എന്നാ അത് കത്തിയതാ നീ. അപ്പ അതന്നെയാ അപ്പുറത്താണോ? ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏട്ടൻ്റെ അടുത്തേക്ക്. സ്കൈ ഷോട്ട് പോയിട്ടാ.
കഴിഞ്ഞ പൊട്ടി കഴിഞ്ഞാ ലക്ഷ്മി കണി കാണും നേരം എവിടെ കണി കാണുന്നത് എടാ ഇവരെ കണി മുമ്പോ ഇവിടുന്നേ കാണുന്നത് സൂപ്പറാ കണി കാണാൻ വന്നു കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലൻ ഹാപ്പി വിഷു ഇടാ നമ്മുടെ സുന്ദരിയോ ഹാപ്പി വിഷു കഴിഞ്ഞിട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നമ്മളെ വീട്ടിലെ കണി കണ്ടതിന് ശേഷം എല്ലാ വീട്ടിലും പോയി കണിയൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് എല്ലാവരും കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി നമ്മൾ നേരെ അമ്പലത്തിൽ പോയി. രാവിലെ പോകണമെന്ന് വിചാരിച്ച പക്ഷേ ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് സമയം ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനും ഏട്ടത്തമ്മയും നിലയും ഋത്തുവും ഏട്ടനും കൂടിയാണ് അമ്പലത്തിൽ വന്നത്. കുട്ടേട്ടൻ ആദ്യവും വന്നിട്ടില്ല. ആദ്യം ഉള്ളതുകൊണ്ട് പിന്നെ അമ്മ രാവിലെ പോയിട്ട് വന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഗൈസ് അങ്ങനെ അമ്പലത്തിൽ പോകും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഏട്ടൻ്റെ അടുത്ത് ഫുഡ് ഉച്ചക്ക്. അതിന് മുന്നേ ആപ്പൻ്റെ വീട്ടിലും കുട്ടാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും പോകണ്ട. അപ്പോൾ പോയിട്ട് വരാം. നീ വരുന്നില്ല? നീ സൈക്കിൾ എടുത്തിട്ടായിരുന്നേ? വേണ്ട 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 നമ്മളിരുന്ന് ഇറങ്ങി. എനിക്ക് ഇത്രയ്ക്ക് ശക്തിയില്ല. തള്ളു തള്ളു. ഞാനെങ്ങനെ ഇവനെയും കൊണ്ട് തള്ളുവാ? നോക്കെ ബായ്. തള്ളാൻ ഋത്തുവിന് പണ്ടേ ബെസ്റ്റ് ആയോണ്ട് കേറി മുമ്പിലാ ഇനി വലിയ മാട്ട് പോലെ നീയാ. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അച്ഛനും നിലയും. ശരി ഋതു നമ്മളെപ്പുറമുണ്ട്. ശരി വീടി ആരും ഇല്ലേ? ആരും ഇല്ലാന്ന് തോന്നുന്നു. എന്താ ശരി പോട്ടെ. ഇത് കണിയുണ്ട്. വാതിലും തുറന്നെടുത്ത് പരിപാടി പോയി. എല്ലാ കൊല്ലവും നമ്മൾ മറ്റേ മാവേലിന്റെ പൊരയുടെ ചമ്മന്തി കൊടുത്തു പ്ലേറ്റാ ഫിദുവിന്റെ അടുത്ത് കൊണ്ടിട്ട് നമ്മൾ പോകും സമയന. അതെ മോനെ അച്ഛനെ നോക്കുക. വേഗം പറ്റോ? മോനൊന്നും പ്രശ്നം. മോനെ നമ്മളെപ്പോ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ. വിളിച്ചു വെച്ചോക്കോ. വരണാട് കുട്ടാടെ ഒന്നെടുക്ക്. ആദൂന അതാ ക്രോക്സ് പോന്ന എടുക്ക് നടക്ക്. എടുത്ത് ഭയങ്കര ഇറക്കാട്ടാ ടാസ്ക്. അതാണ് ഞാനും ആലോചിക്കുന്നത്. കീന്ന ഫോട്ടോക്ക് എങ്ങനെ ഒരു കേരുന്ന്. ഇത് കുട്ടാൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു. കുട്ടാപ്പേട്ടൻ്റെ വീട്. ഇത് മൊത്തം ഇറക്കാന്നല്ലോ. ആല പൊട്ടിയതാ. ജാൻവി ഒച്ചാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയറുമ്പോഴത്തേക്കും ഓള ഒച്ച കേട്ട് ഞാൻ പറഞ്ഞു ഓള ഒച്ച കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സൈലന്റ് ആവുന്നു. വന്നു തന്നെ മോളെ.
പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ്. അപ്പോൾ ഏട്ടത്തമ്മൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും ചില്ലി ചിക്കനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കള്ളനും പോലീസും കളിക്കാനിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ വിഷ്വലായിരിക്കും നിങ്ങൾ കാണുക. പിടിച്ചോ പിടിച്ചോ, എടുത്തോ എടുത്തോ, എല്ലാരും എടുക്കേ, എല്ലാരും എടുക്കേ. നിലയില്ല നിലയില്ല നിലയില്ല. യേശാൻ കിട്ടീനാ? ആരാ പോലീസ്? ആരാ പോലീസ്? യേശാണ് പോലീസ്. പോലീസ് ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അല്ലാണ്ട് ഞാനാ പോലീസ്. നോക്കട്ടെ നോക്കട്ടെ, ഇത് നോക്കിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഋത്തുകള്ളൻ.